പ്രിയ സ്നേഹിതരെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. യേശു പഠിപ്പിച്ച ധ്യാനത്തിൻ്റെ ആദ്യഘട്ടം നിന്റെ മുറിയിലേക്ക് പോകുക നാം 2 തലങ്ങളായി അനുഭവപരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഗം 7 വരെ നമ്മൾ പഠിച്ചത് ശരീരത്തിൻ്റെ മുറിയായിരുന്നു. EIP എന്ന 3 ബോധവാതിലുകളിലൂടെ നമ്മൾ ശരീരത്തിൻ്റെ മുറിയെ ക്രമീകരിക്കാൻ അഭ്യസിച്ചു. കാരണം ശരീരം മലയുമ്പോൾ മനസ്സ് ശാന്തമാകുന്നില്ല. ശരീരം ക്രമത്തിലായാൽ മാത്രം മനസ്സിൻ്റെ മുറിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഇന്ന് ഭാഗം 8 നാം പ്രവേശിക്കുന്നത് 2ാമത്തെ തലമായ മനസ്സിൻ്റെ മുറിയിലേക്കാണ്. ഈ പഠനം അടിസ്ഥാനപരമായതും അതേസമയം അതീവ നിർണായകവുമായ ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കൊരു പരിധിവരെ അറിവുള്ളവരാണ്. നാം കൈ, കാൽ, കണ്ണ്, ചെവി, തല തുടങ്ങിയ ശരീരാവയവങ്ങൾ എല്ലാം നമുക്ക് പരിചിതമാണ്. അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം സാധാരണ ബോധം പുലർത്തുന്നു. എന്നാൽ മനുഷ്യ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിക്കുന്ന അവയവമായ മസ്തിഷ്കത്തെക്കുറിച്ച് വ്യക്തവും ശാസ്ത്രീയവുമായ ധാരണ പലർക്കും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ ചിന്ത, വികാരം, തീരുമാനശേഷി, ആത്മബോധം എന്നിവയെ രൂപപ്പെടുത്തുന്ന കേന്ദ്ര ഘടകമായ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ഈ അറിവില്ലായ്മ വ്യക്തിപരമായും സാമൂഹികമായും വിവിധ രീതികളിൽ പ്രകടമാക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങൾ പോലും ഈ പരിമിത ബോധത്തെ സൂചിപ്പിക്കുന്നു. ഇയാളുടെ തലയിൽ ഒന്നുമില്ല എന്നതുപോലുള്ള വാക്കുകൾ ഒരാളുടെ ഭൗതിക ശേഷിയെ വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ മതപരമായോ ദൈവികമായോ ആശയങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബോധാതീതമായ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർ അവയെ അർത്ഥശൂന്യമായ പ്രസ്താവനകൾ എന്ന് തള്ളിക്കളയുന്നു. ഇത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ ചിന്തയും അനുഭവവും രൂപപ്പെടുന്നത് മസ്തിഷ്കത്തിലൂടെയാണ് എന്ന അടിസ്ഥാന ശാസ്ത്രീയ ബോധത്തിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്നു. മനുഷ്യജീവിതത്തിലെ വിജയാനുഭവം, മാനസിക സന്തുലിതാവസ്ഥ, ബോധപൂർവമായ പ്രവർത്തന സംഘടന, ആഴത്തിലുള്ള പ്രാർത്ഥനയും ധ്യാനാനുഭവവും എന്നിവയെ സമഗ്രമായി മനസ്സിലാക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ശാസ്ത്രീയ ധാരണ അനിവാര്യമാണ്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന ബോധമില്ലാതെ ആത്മീയതയെ സമീപിക്കുമ്പോൾ പ്രാർത്ഥനയും ധ്യാനവും പലപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ലാത്ത മാന്ത്രിക പ്രതീക്ഷകളായി ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ദൈവാനുഭവം പോലും ഒരു പ്രശ്ന പരിഹാര സംവിധാനമായി മാത്രം പരിമിതപ്പെടുന്നു. എന്നാൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതിയും മനുഷ്യബോധത്തിൻ്റെ രൂപീകരണവും മനസ്സിലാക്കി ആത്മീയതയെ സമീപിക്കുമ്പോൾ പ്രാർത്ഥനയും ധ്യാനവും വ്യക്തിപരമായ ആന്തരിക പരിവർത്തനത്തിൻ്റെ സജീവ യാത്രയായി മാറുന്നു. നമ്മുടെ പ്രധാന പ്രശ്നങ്ങളിൽ പലതും മാനസിക സ്വഭാവമുള്ളവയാണ്. ടെൻഷൻ, ആശങ്കകൾ, ആകുലത, ഉത്കണ്ഠ, തെറ്റായ ചിന്തകൾ തുടങ്ങിയവ. ഇവയെല്ലാം എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് നാം പലപ്പോഴും വ്യക്തമായ മറുപടി നൽകാറില്ല. പലപ്പോഴും നാം തന്നെ പറയാറുണ്ട്, എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന്. ഈ അനുഭവം മനുഷ്യ ജീവിതത്തിൽ സാധാരണയാണ്. അതുകൊണ്ട് ഈ മാനസിക അവസ്ഥകളെക്കുറിച്ച് ശാസ്ത്രീയമായും വ്യക്തവുമായ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു അടിസ്ഥാന ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. എന്താണ് മനസ്സ്? എവിടെയാണ് മനസ്സ്? എന്നാൽ മനസ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് നമ്മുടെ മസ്തിഷ്കം എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. കാരണം മനസ്സിൻ്റെ അനുഭവ ലോകം രൂപപ്പെടുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. എന്താണ് നമ്മുടെ മസ്തിഷ്കം?
മസ്തിഷ്കം ഒരു ശാരീരിക അവയവമാണ്. ഏകദേശം 86 ബില്യൺ നാഡീകോശങ്ങൾ, ന്യൂറോൺസ്, അവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് നാഡീപാതകൾ, ന്യൂറൽ പാത്വേസ്, രാസദൂതന്മാർ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, വൈദ്യുത സന്ദേശങ്ങൾ, ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഇവയെല്ലാം ചേർന്ന ഒരു ജീവൻ നിറഞ്ഞ സംവിധാനമാണ് മസ്തിഷ്കം. എന്നാൽ മനസ്സൊരു ശാരീരിക അവയവമല്ല. ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനങ്ങൾ, സ്വപ്നങ്ങൾ, ഇവയുടെ ലോകമാണ് നമ്മുടെ മനസ്സ്. ലളിതമായി പറഞ്ഞാൽ മസ്തിഷ്കം ഘടനയാണ്, മനസ്സ് അതിൻ്റെ പ്രവർത്തനവും അനുഭവവുമാണ്. മസ്തിഷ്കമില്ലാതെ മനസ്സ് പ്രകടമാക്കില്ല. മനസ്സില്ലാതെ മസ്തിഷ്കം ഒരു ജൈവ അവയവമായി മാത്രം നിലനിൽക്കും. അതുകൊണ്ട് മനസ്സിനെ മനസ്സിലാക്കണമെങ്കിൽ മസ്തിഷ്കത്തെ അറിയേണ്ടതുണ്ട്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ മസ്തിഷ്കം വ്യത്യസ്ത നിലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമഗ്രവും സജീവവുമായ ഘടനയാണ്. നാം പലപ്പോഴും മനസ്സ് എന്നൊന്നായി പറയുന്നുണ്ടെങ്കിലും അത് ഒരേയൊരു തലമല്ല. മനസ്സ് പല നിലകളിൽ പ്രവർത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും അഥവാ മസ്തിഷ്കത്തിനും ഒരു വീടുപോലെ 3 പ്രധാന മുറികളുണ്ട്. ശരീരത്തിൻ്റെ മുറിയെക്കുറിച്ച് മുമ്പ് കണ്ടതുപോലെ മനസ്സിനും 3 പ്രധാന ഉപമുറികളുണ്ട്. സർവൈവൽ ബ്രെയിൻ, ഇമോഷണൽ ബ്രെയിൻ, റാഷണൽ ബ്രെയിൻ. ഈ 3 പ്രവർത്തന നിലകളെ ചേർത്ത് നാം വിളിക്കുന്നത് സെർ മോഡൽ. എസ് ഫോർ സർവൈവൽ, ഇ ഫോർ ഇമോഷണൽ, ആർ ഫോർ റാഷണൽ. ഈ 3 നിലകൾ വേർതിരിഞ്ഞതല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദൈവബോധം, ഇവയെല്ലാം ഈ 3 മുറികളിലൂടെ തന്നെയാണ് രൂപം കൊള്ളുന്നത്. ആയതിനാൽ ഈ ഭാഗത്തിൽ ഓരോ മുറിയുടെയും വിശദാംശങ്ങളിൽ ആഴത്തിൽ കടക്കില്ല. അതിനുവേണ്ടിയുള്ള വ്യക്തമായ പഠനം അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഇവിടെ നാം ചെയ്യുന്നത് ഒരു പരിചയം മാത്രം. എന്താണ് സെർ മോഡൽ? നമ്മുടെ പ്രാർത്ഥനയും ധ്യാനവും ഈ 3 മുറികളിൽ എങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ്റെ ആത്മീയ യാത്ര ഈ മുറികളിലൂടെ എങ്ങനെ നീങ്ങുന്നു? ഇതാണ് ഈ ഭാഗത്തിൻ്റെ ലക്ഷ്യം. ആദ്യത്തെ ബ്രെയിൻ, സർവൈവൽ ബ്രെയിൻ, ജീവൻ രക്ഷാ ബ്രെയിൻ അഥവാ മുറി, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പഴയതും അടിസ്ഥാനപരവുമായ പ്രവർത്തന മേഖലയാണ്. ചില നാഡീ വൈജ്ഞാനികർ, ന്യൂറോ സയൻറ്റിസ്റ്റ്, ഇതിനെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നും വിളിക്കുന്നു. ഈ നിലയിൽ പ്രധാനമായി പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ബ്രെയിൻ സ്റ്റെം, ഹൈപ്പോതലാമസ്, അമിഗ്ഡല, ബേസൽ ഗാംഗ്ലിയ. ഇവയുടെ പ്രധാന ദൗത്യം വളരെ ലളിതമാണ്: ജീവൻ സംരക്ഷിക്കുക, ശരീര സുരക്ഷ ഉറപ്പാക്കുക, ഭീഷണി തിരിച്ചറിയുക, ഭക്ഷണം കണ്ടെത്തുക, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, ശീലപരമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുക. ഇവയെല്ലാം ഈ ബ്രെയിൻ്റെ ജോലിയാണ്. ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കുക. ഒരു വലിയ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നാം പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കും. ആ നിമിഷത്തിൽ നാം ആലോചിച്ചിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല. മറിച്ച് മസ്തിഷ്കത്തിലെ സർവൈവൽ ബ്രെയിൻ, സർവൈവൽ സിസ്റ്റം നമ്മെ രക്ഷിക്കാൻ മുൻകൂട്ടി പ്രതികരിച്ചു. അതുകൊണ്ട് സർവൈവൽ റൂം അഥവാ സർവൈവൽ ബ്രെയിൻ നമ്മുടെ ശത്രുവല്ല. ഇത് ദൈവം മനുഷ്യന് നൽകിയ ഒരു അനിവാര്യ ജീവൻ രക്ഷാ സംവിധാനമാണ്. ഈ നിലയുടെ അടിസ്ഥാന ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും 3 ഞാൻ സുരക്ഷിതനാണോ? എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണമുണ്ടോ? പാർപ്പിടമുണ്ടോ? എനിക്ക് ഭീഷണിയുണ്ടോ? ഈ ചോദ്യങ്ങളാണ് സർവൈവൽ ബ്രെയിൻ്റെ പ്രവർത്തന കേന്ദ്രം. പക്ഷേ നമ്മുടെ ജീവിതം മുഴുവൻ ഈ നിലയിൽ മാത്രം തുടരുകയാണെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങും.
സർവൈവൽ ബ്രെയിൻ നിയന്ത്രിക്കുന്ന ജീവിതം എങ്ങനെയായിരിക്കും? അത് എല്ലായ്പ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ട് നിറഞ്ഞിരിക്കും. നാളെ എന്താകും? എനിക്ക് സുരക്ഷിതത്വമുണ്ടോ? എനിക്ക് മതിയായ വിഭവങ്ങളുണ്ടോ? മനസ്സ് സ്ഥിരമായി പ്ലാനിങ്. പലരുടെയും ജീവിതം 24 മണിക്കൂറും 7 ദിവസവും ഒരു സർവൈവൽ പ്രോജക്റ്റായി മാറുന്നു. ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനല്ല, മറിച്ച് ജീവൻ നിലനിർത്താൻ മാത്രം. വിശ്രമിക്കാൻ കഴിയുന്നില്ല, ശാന്തമായി ഇരിക്കാൻ കഴിയുന്നില്ല. മനസ്സെല്ലായ്പ്പോഴും ഭീഷണി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ നിലയിൽ മനുഷ്യൻ ജീവിക്കുന്നില്ല. സർവൈവൽ മോഡ് മാത്രം. സർവൈവൽ റൂമിലാണ് നമ്മൾ വിഹരിക്കുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന പ്രാർത്ഥന എങ്ങനെയായിരിക്കും? അത് ജീവിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ സർവൈവൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് വരിക. അപ്പോൾ പ്രാർത്ഥന എപ്രകാരമായിരിക്കും? അഭ്യർത്ഥന കേന്ദ്രിതമായിരിക്കും. അതെങ്ങനെയാണ്? ദൈവമേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ കാക്കണമേ, എനിക്ക് ജോലി തരണമേ, പ്രശ്നം മാറ്റി കൊടുക്കണമേ. ഈ പ്രാർത്ഥന തെറ്റാണോ? തെറ്റല്ല. ഇത് മനുഷ്യ പ്രാർത്ഥനയുടെ സ്വാഭാവികമായ ആദ്യഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ദൈവം ഒരു സംരക്ഷക ശക്തിയായി അനുഭവപ്പെടുന്നു. ഒരു രക്ഷകൻ, ഒരു കാവൽക്കാരൻ. ഇത് ആത്മീയ യാത്രയുടെ തുടക്കം മാത്രമാണ്. പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രാർത്ഥന ഈ നിലയിൽ മാത്രം തുടരുകയാണെങ്കിൽ ദൈവത്തെ ഒരു പ്രോബ്ലം സോൾവിംഗ് സെന്ററായി മാത്രം ചുരുക്കാനുള്ള അപകട സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് സർവൈവൽ ബ്രെയിൻ ആവശ്യമാണ്. പക്ഷേ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ഇവിടെ നിൽക്കുകയല്ല. രണ്ടാമത്തെ ബ്രെയിൻ, ഇമോഷണൽ ബ്രെയിൻ, വികാരങ്ങളുടെ മുറി. മനുഷ്യന്റെ ജീവിതം വെറും ജീവൻ നിലനിർത്തലിനായി മാത്രമല്ല. മനുഷ്യൻ ബന്ധങ്ങൾക്കായി ജീവിക്കുന്നു, സ്നേഹത്തിനായി ജീവിക്കുന്നു, അംഗീകാരത്തിനായി ജീവിക്കുന്നു. ഈ അനുഭവങ്ങളുടെ കേന്ദ്രമാണ് ഇമോഷണൽ ബ്രെയിൻ. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് ലിംബിക് സിസ്റ്റം എന്നറിയപ്പെടുന്നു. ഇവിടെ പ്രധാന ഘടകങ്ങൾ അമിഗ്ഡല, ഹിപ്പോക്യാമ്പസ്, ലിംബിക് സർക്യൂട്ട്സ്. അമിഗ്ഡല വെറും ഭയം തിരിച്ചറിയുന്ന കേന്ദ്രമല്ല, ഒരു അനുഭവത്തിന് വികാരമൂല്യം നൽകുന്ന കേന്ദ്രമാണ്. അതുകൊണ്ട് ഒരേ സംഭവം രണ്ടു പേർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടും. ഹിപ്പോക്യാമ്പസ് വികാരങ്ങളോട് ബന്ധപ്പെട്ട് ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് പഴയ അനുഭവങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മെ ബാധിക്കുന്നത്. ഇമോഷണൽ ബ്രെയിൻ നമ്മുടെ ബന്ധങ്ങൾ, സ്നേഹം, വേദന, നീരസം, അംഗീകാരം തേടൽ ഇവയെല്ലാം നിയന്ത്രിക്കുന്നു. ആരെങ്കിലും നമ്മെ അംഗീകരിക്കുമ്പോൾ നാം സന്തോഷിക്കുന്നു, നമ്മെ നിരസിക്കുമ്പോൾ വേദനിക്കുന്നു. ഇത് ബലഹീനതയാണോ? അല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇമോഷണൽ ബ്രെയിൻ എപ്പോഴും റിയാക്റ്റീവാണ്. പഴയ അനുഭവങ്ങൾ ഇപ്പോഴത്തെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കും. പഴയ മുറിവ് ഇന്നത്തെ ബന്ധങ്ങളെ ബാധിക്കും. ഈ ഇമോഷണൽ ബ്രെയിൻ നിന്നുള്ള പ്രാർത്ഥന നമ്മൾ നടത്താറുണ്ട്. സർവൈവൽ ബ്രെയിനിൽ നിന്നുള്ള പ്രാർത്ഥന സുരക്ഷയ്ക്കായിരിക്കും. ഇമോഷണൽ ബ്രെയിനിൽ നിന്നുള്ള പ്രാർത്ഥന ബന്ധത്തിനായി മാറും. അതെങ്ങനെയാണ്? ദൈവമേ, എൻ്റെ അടുത്തിരിക്കണമേ, എനിക്ക് ആശ്വാസം തരണമേ, എന്നെ മനസ്സിലാക്കണമേ. ഇവയാണ് ഇമോഷണൽ പ്രയർ. ഇവിടെ ദൈവം ഒരു സംരക്ഷകൻ എന്നതിലുപരി ഒരു സ്നേഹ സാന്നിധ്യമായി അനുഭവപ്പെടുന്നു. ഇതും ആത്മീയ യാത്രയിലെ പ്രധാന ഘട്ടമാണ്. പക്ഷേ ഇതും അവസാനമല്ല. വികാരങ്ങൾ മാത്രം നമ്മുടെ ആത്മീയ ജീവിതം നിയന്ത്രിക്കുകയാണെങ്കിൽ സ്ഥിരത ഉണ്ടാകില്ല. അതിനാൽ മനസ്സ് മൂന്നാമത്തെ മുറിയിലേക്ക് മാറണം. അതേതാണ്? റാഷണൽ ബ്രെയിൻ, ബോധത്തിൻ്റെ മുറി. റാഷണൽ ബ്രെയിൻ എന്ന് വിളിക്കുന്ന ആന്തരിക പ്രവർത്തന മേഖല മനുഷ്യൻ്റെ ബോധപരവും വിവേചനപരവുമായ കേന്ദ്രമാണ്. നാഡി വൈജ്ഞാനികമായി
ഈ പ്രവർത്തനം പ്രധാനമായും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗം ആണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ്റെ ഉയർന്ന തലത്തിലുള്ള ബോധപ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണിത്. ഇവിടെ പ്രധാന സവിശേഷതകൾ: വിവേചനശേഷി, ഡിസേൺമെൻറ്റ്, കാര്യങ്ങളെ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവ്. 2, സ്വയം നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, വികാരങ്ങളെയും പ്രേരണകളെയും നിയന്ത്രിക്കുന്ന ശേഷി. 3, തിരഞ്ഞെടുപ്പ്, കോൺഷ്യസ് ചോയ്സ്, സ്വയമേവ പ്രതികരിക്കാതെ ബോധപൂർവമായ തീരുമാനമെടുക്കൽ. 4, ലെറ്റിംഗ് ഗോ, വിടുവിക്കൽ, അനാവശ്യമായ ചിന്തകളും വികാരബന്ധങ്ങളും വിട്ടുമാറാനുള്ള കഴിവ്. ഈ നിലയിൽ പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ശാന്തീകരണ നാഡീ വ്യവസ്ഥ കൂടുതൽ സജീവമാവുന്നു. ഇത് ശരീരത്തിനെയും മനസ്സിനെയും സമന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ഹൃദയമിടിപ്പ് കുറയുകയും ശ്വാസം ആഴമാകുകയും മനസ്സിൽ ശാന്തത വർദ്ധിക്കുകയും ചെയ്യുന്നു. റാഷണൽ ബ്രെയിൻ സജീവമാവുമ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ: പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ കഴിയുന്നു, വികാരങ്ങളെ നിരീക്ഷിക്കുന്നു, പക്ഷേ അവയിൽ കുടുങ്ങുന്നില്ല, ഇത് എനിക്ക് വേണ്ട എന്ന് ബോധപൂർവം പറയാനുള്ള കഴിവുണ്ടാകുന്നു. ദീർഘദൃഷ്ടിയും ഉത്തരവാദിത്വ ബോധവും വർദ്ധിക്കുന്നു. ഇത് വ്യക്തിയെ വികാരചാലിതമായ പ്രതികരണങ്ങളിൽ നിന്ന് ബോധപൂർവമായ പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്നു. ഈ ബോധവാതിലിൽ നമ്മൾ വിഹരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വികാരാധിഷ്ഠിത ആവശ്യമോ ഭയമോ ആയിരിക്കണമെന്നില്ല, മറിച്ച് കണ്ടംപ്ലേറ്റീവ് പ്രയർ എന്ന ആഴമുള്ള ബോധപരമായ പ്രാർത്ഥനയായി മാറുന്നു. ഇവിടുത്തെ അടിസ്ഥാന ചോദ്യങ്ങൾ: ഞാൻ ആരാണ്? ഹൂ ആം ഐ? ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? സത്യത്തെ ഞാൻ എങ്ങനെ അനുഭവിക്കും? ഈ ചോദ്യങ്ങൾ ആന്തരിക ബോധത്തെ ഉണർത്തുന്നവയാണ്. റാഷണൽ ബ്രെയിൻ സജീവമാകുമ്പോൾ വികാരപ്രേരിത പ്രതികരണങ്ങളിൽ നിന്ന് ബോധപൂർവമായ പ്രതികരണങ്ങളിലേക്ക് ഈ വ്യക്തി മാറുന്നു. അപ്പോൾ റാഷണൽ ബ്രെയിനിൽ നിന്ന് വരുന്ന പ്രാർത്ഥന സാധാരണ ഒരു ആവശ്യ പ്രാർത്ഥനയല്ല. അത് വേണം, ഇത് വേണം തുടങ്ങിയ ആവശ്യങ്ങളേയില്ല. ഇതൊരു അന്വേഷണ പ്രാർത്ഥനയാണ്. ദൈവമേ, നിന്നെ അറിയാൻ എന്നെ അനുവദിക്കൂ, എൻ്റെ ബോധത്തെ സത്യത്തിലേക്ക് നയിക്കൂ. ഇത്തരം പ്രാർത്ഥനയിൽ വാക്കുകൾ ക്രമേണ കുറഞ്ഞ് നിശബ്ദത ബോധം വർദ്ധിക്കുന്നു. പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ്റെ മാനസിക പ്രവർത്തനം ഏക ഘടകമല്ല. അത് സർവൈവൽ, ഇമോഷണൽ, റാഷണൽ എന്നീ 3 അടിസ്ഥാന നാഡീ മാനസിക നിലകളുടെ സംയുക്ത പ്രവർത്തനമാണ്. ഈ 3 നിലകളെ ഒരുമിച്ച് നാം സെർ മോഡൽ എന്ന് വിളിക്കുന്നു. എസ് ഫോർ സർവൈവൽ, ജീവൻ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്വയം പ്രേരിത പ്രതികരണങ്ങൾ. ഈ ഇമോഷണൽ, വികാരങ്ങൾ, ബന്ധങ്ങൾ, അനുഭവങ്ങളുടെ മൂല്യനിർണ്ണയം. ആർ റാഷണൽ, വിവേചനം, സ്വയം നിയന്ത്രണം, ബോധപൂർവമായ തീരുമാനങ്ങൾ. മനസ്സിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനം ഈ 3 നിലകളിൽ ഏതെങ്കിലും ഒന്ന് മേൽക്കോയ്മ നേടുന്നതിലല്ല, മറിച്ച് അവയുടെ സമതുലിതവും സംയോജിതവുമായ പ്രവർത്തനത്തിലാണ്. സർവൈവൽ നില പ്രതികൂലമല്ല, അത് ജീവൻ സംരക്ഷണത്തിന് ആവശ്യമാണ്. ഇമോഷണൽ നില ദുർബലമല്ല, അത് അനുഭവത്തിനും ബന്ധത്തിനും ആഴം നൽകുന്നു. റാഷണൽ നില മാത്രം പരമോന്നത പരിഹാരമല്ല, അത് ദിശയും വിവേചനവും നൽകുന്നു. പ്രശ്നമുണ്ടാകുന്നത് ഈ 3 നിലകളിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി നിയന്ത്രണം പിടിക്കുമ്പോഴാണ്. അപ്പോൾ മാനസിക അസന്തുലിതാവസ്ഥ ഉയരും. എന്നാൽ ഈ 3 നിലകളും സമന്തുലിതമായി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ കൂടുതൽ ഉയർന്ന ഏകീകരണ അവസ്ഥ രൂപപ്പെടുന്നു. ഈ ഏകീകരിച്ച അവസ്ഥയെന്ന് സർ സ്റ്റിൽ ഇൻ്റഗ്രേറ്റഡ് റീസൺ എന്ന നിലയിൽ വിശേഷിപ്പിക്കാം. ഈ നിലയിൽ സർവൈവൽ ഭയത്തിൽ നിന്ന് വിശ്രമത്തിലേക്ക് മാറുന്നു. ഇമോഷണൽ ആവേശത്തിൽ നിന്ന് സുതാര്യമായ അനുഭവത്തിലേക്ക് മാറുന്നു. റാഷണൽ ആധിപത്യത്തിൽ നിന്ന് ബോധപൂർവമായ മാർഗനിർദ്ദേശത്തിലേക്ക് മാറുന്നു. ഇത് പ്രതികരണരഹിതവും പ്രതിരോധരഹിതവും ന്യായീകരണങ്ങളിൽ കുടുങ്ങാത്തതുമായ ജാഗ്രതയുള്ള സാന്നിധ്യാവസ്ഥയാണ്. നാഡീ വൈജ്ഞാനികമായി ഈ ഘട്ടത്തിൽ
മസ്തിഷ്കത്തിലെ വിവിധ പ്രവർത്തന മേഖലകൾ ഏകീകരിച്ച് പ്രവർത്തിക്കുന്നു. ശാരീരികമായും മാനസികമായും ശാന്തതയും വ്യക്തതയും അനുഭവപ്പെടുന്നു. ഈ ഏകീകരണ അവസ്ഥയാണ് ധ്യാനാനുഭവത്തിൻ്റെ ആധാരം. സ്നേഹമുള്ളവരെ, അടുത്ത ഭാഗത്തിൽ സർവൈവൽ ബ്രെയിൻ, പ്രാർത്ഥന, ധ്യാനം എന്നിവയെ കൂടുതൽ വിശദമായി പഠിക്കാം. താങ്ക് യു.